നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു പുസ്തകമാണ്. പ്രിയ ജോസി എന്ന എഴുത്തുകാരിയുടെ പാതി വഴിയും പിന്നിടുമ്പോൾ. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് K0 പബ്ലിക്കേഷൻസ് ആണ്. ഇതൊരു 78 പേജുള്ള ഒരു പുസ്തകത്തിൻ്റെ വില 160 രൂപയാണ്. പ്രിയ ജോസി എന്ന എഴുത്തുകാരിയുടെ രണ്ടാമത്തെ പുസ്തകമാണിത്. ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് വിരഹങ്ങൾ മധുരിക്കും കാലം എന്നുള്ളതാണ്. ആ പുസ്തകം ഒരുപാട് ആളുകൾ വായിച്ച് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമൊക്കെയാണ്. എഴുത്തുകാരി ഈ രണ്ടാമത്തെ പുസ്തകം ആ ഒരു പുസ്തകത്തിൻ്റെ വിജയം കഴിഞ്ഞ് എഴുതിയൊരു പുസ്തകമാണ്. എനിക്ക് ഈ പുസ്തകം എഴുത്തുകാരി നേരിട്ട് അയച്ചു തരികയായിരുന്നു. എനിക്ക് കിട്ടിയതൊരു സൈൻഡ് കോപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പുസ്തകം വായിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മധുമിത എന്ന് പറയുന്നൊരു സ്ത്രീയുടെ കഥയാണ്. വിവാഹിതയായി 2 കുട്ടികളുള്ള ഒരു അമ്മയുടെ കഥയാണ്. വീട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിന് അവരുടെയൊക്കെ ഇഷ്ടത്തിന് വിവാഹം കഴിക്കുന്ന മധുമിത അവരുടെ കുടുംബജീവിതത്തിൽ അവരാഗ്രഹിച്ച രീതിയിലല്ല മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പിന്നീട് ആ കുടുംബ ബന്ധത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് പിന്നീടുള്ള മധുമിതയുടെ ജീവിതമാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. മധുമിത നമ്മുടെ ചുറ്റുമുള്ള മറ്റ് സ്ത്രീകളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവസാനം ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ത്രീ. അവരുടെ പ്രണയവും അവരുടെ ജീവിതവും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് ഒടുവിൽ അവർക്ക് സ്വന്തമായുള്ള സന്തോഷങ്ങളും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതെ വളരെ ഏകാന്തമായി വളരെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. മധുമിത അതുപോലൊരു സ്ത്രീയുടെ പ്രതിനിധിയാണ്. മധുമിതയുടെ കോളേജ് കാലഘട്ടത്തിലുള്ള പ്രണയത്തിലോട്ടും പിന്നീട് അന്നേരമുണ്ടായിരുന്ന സൗഹൃദത്തിലോട്ടും അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ടൊക്കെ എഴുത്തുകാരി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് മധുമിതയുടെ മക്കളും അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റവും മധുമിതയുടെ അമ്മയുടെ പെരുമാറ്റവും അവർ അനുഭവിക്കുന്ന വിഷമങ്ങളും അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ മധുമിതയെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ജീവിതങ്ങളുടെ കഥ കൂടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കഥ വളരെ പ്ലെയിനായിട്ട് പറഞ്ഞു പോവുകയല്ല എഴുത്തുകാരി ചെയ്യുന്നത്. നമ്മൾ പോകുമെന്ന് കരുതുന്ന ഒരു വഴിയിലൂടെ മുന്നോട്ട് പോവുകയല്ല അത് ചെയ്യുന്നത്. അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളിലൂടെ കഥ കയറിയും ഇറങ്ങിയും പല വഴികളിലൂടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പോയിന്റിലോട്ട് കഥ എത്തിച്ചേരുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് നമ്മളെ സ്പർശിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ കുറേ ആളുകൾ നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കി നിൽക്കുന്നുണ്ടാകും എന്നുള്ളൊരു തിരിഞ്ഞു നോട്ടം അത് ഈ പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവും. നമ്മളെ ആരാണ് നോക്കുന്നത്, നമ്മളെ ആരാണ് ശ്രദ്ധിക്കുന്നത്, അതും കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മളതിന് വലിയ വാല്യൂ ഒന്നും കൊടുക്കാറില്ല. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് കൂടി മധുമിതയ്ക്ക് ഉണ്ടാവുകയാണ് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ. വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഭാഷയിലാണ് പ്രിയ ജോസി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമുക്കിത് ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാൻ പറ്റും. നമുക്കത് ആസ്വദിച്ച് തന്നെ വായിക്കാൻ പറ്റും. വിമർശന ബുദ്ധിയോടെ അല്ലെങ്കിൽ എഴുത്തുകാരിനെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പുസ്തകം വായിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ അവസാനത്തേക്ക് കരുതി വെച്ചിരിക്കുന്ന ട്വിസ്റ്റിനെ കുറിച്ചൊക്കെ ചെറിയ സൂചനകളൊക്കെ മുമ്പിൽ കിട്ടും. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊരു പ്ലെയിനായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നൊരു കഥയാണ്. അപ്പോൾ അത് ഭംഗിയായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് പലയിടത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വഴിത്തിരിവുകൾ വരുന്നത്. അങ്ങനെ അടക്കും ചിട്ടയോടും കൂടി ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് പ്രിയ ജോസി ഈ പുസ്തകത്തിലൂടെ. പ്രിയ ജോസി എന്ന എഴുത്തുകാരിക്ക് ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ, ഒരുപാട് പുതിയ കഥകൾ നമ്മളോട് പറയാനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയ ജോസി എന്ന എഴുത്തുകാരി ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്നും അതുപോലെ തന്നെ ആ എഴുത്തുകാരിയുടെ പാതി വഴിയും പിന്നിടുമ്പോൾ എന്ന ഈ പുസ്തകം ഒരുപാട് ആളുകളിലോട്ട് എത്തിച്ചേരുകയും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.